നമുക്കിത് ഒരു ചോക്ലേറ്റ് ഗാർണിഷിങ്ങിൽ ഒരു സ്പ്രിംഗ് ടൈപ്പ് ഗാർണിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ മോഡയുടെ ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ വൈറ്റ് കോമ്പൗണ്ട് എടുത്ത് അത് മൈക്രോ ഓവനിൽ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്ത ശേഷം അതിൽ കളർ മിസ്റ്റിൻ്റെ കളർ സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറുണ്ട്. ഓയിൽ ബേസ്ഡാണ്, ചോക്ലേറ്റിൽ കൊടുക്കാൻ പറ്റിയ കളറാണ്. മറ്റ് സാധാരണയുള്ള കളർ ചിലപ്പോൾ ചോക്ലേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോക്ലേറ്റ് ഹാർഡാവുകയും നമുക്ക് വേഗം വേഗം പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കളർ സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓയിൽ ബേസ്ഡ് കളറാണത്. ചോക്ലേറ്റിലൊക്കെ കൊടുത്താൽ നല്ലതാണ്. ആ കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കളറില്ലാതെ വെറുതെ വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ഇതേപോലെ മെൽറ്റ് ചെയ്തിട്ട് ആദ്യം പിന്നെ ഈ വൈറ്റ് ഷീറ്റിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഒരു സൈഡിൽ മാത്രം ഒരു കുറച്ച് നീളത്തിൽ പിന്നെ ഈ വൈറ്റ് കൊണ്ട് ആ കളറ് ചോക്ലേറ്റ് ഒന്ന് തേച്ച ശേഷം ഇതേപോലെ ഒരു കോമ്പൗണ്ട് വരിക. അതുകൊണ്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇതേപോലെ തന്നെ മൈക്രോ ഓവനിൽ വെച്ച് മെൽട്ടാക്കിയ ശേഷം ഓവർ മെൽട്ടാവരുത്. മെൽട്ടായ ശേഷം ഒന്ന് കുറച്ച് സമയം നമ്മൾ AC ഒന്ന് വെച്ച് ഇളക്കി കഴിഞ്ഞാൽ അത് ഒന്ന് കുറച്ച് ടൈറ്റാവും. ആ ചോക്ലേറ്റ് വേണം ഇതുണ്ടാക്കാൻ എടുക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവർ തണുപ്പുള്ള സ്ഥലത്ത് AC നല്ല തണുപ്പുള്ള സ്ഥലത്തുനിന്ന് ഉണ്ടാക്കുമ്പോഴും നമുക്കിത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് പരമാവധി നല്ല തണുപ്പിൻ്റെ AC അങ്ങ് ഓഫ് ചെയ്തിട്ട് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഉണ്ടാകുന്ന ആ തണുപ്പുണ്ടല്ലോ, ആ തണുപ്പ് മതി ഇതിനകത്ത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോക്ലേറ്റ് ഹാർഡാവാതെയും അങ്ങനെയൊക്കെ നോക്കാം, കിട്ടും. പിന്നെ കുറച്ച് ഒരു ഓയിൽ നമ്മൾ ഈ ചോക്ലേറ്റിലേക്ക് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഹാർഡായി പോവാതെ കിട്ടും. അപ്പോൾ ഈ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് കൊടുത്ത ശേഷം ഇതേപോലെ തമ്മിൽ ടച്ച് ചെയ്യാതെ നമ്മൾ അത് ചുറ്റിയെടുക്കുക. ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് കുടുക്കിയുടെ വെച്ചാൽ മതി. ഇത് നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് മുഴുവൻ പിന്നെ ഇതേപോലെ വെച്ചിട്ട് മടക്കി നമുക്ക് പിന്നെ ചെയ്യാം. പക്ഷേ അത് കുറേയൊക്കെ വേസ്റ്റൊക്കെ വരും. ഇത് ഒട്ടും വേസ്റ്റ് ഒന്നും പോവാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു സ്പ്രിംഗ് ടൈപ്പ് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഷീറ്റിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരു പീസ് പോലും വേസ്റ്റ് വരാതെ നമുക്ക് ഇതേപോലെയുള്ള ഒരു സ്പ്രിംഗ് ടൈപ്പ് ചോക്ലേറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ ആ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാനിത് സാധാരണ മിക്കപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അധികം വേസ്റ്റൊന്നും പോവാതെ തന്നെ നമുക്ക് സ്പ്രിങ് ടൈപ്പ് ചോക്ലേറ്റ് നമുക്ക് ഈ മോഡയുടെ ചോക്ലേറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു.